അള്ള പറയണം അള്ളാഹ് ദുആ ചെയ്യാൻ. പിന്നെ എങ്ങനെ നിങ്ങൾ ബദരീങ്ങൾ ചോദിക്കാം? പിന്നെ എങ്ങനെ നിങ്ങൾ മുഹദ്ദി ശൈഖിനോട് ചോദിക്കാം? അള്ള പറയാൻ നിങ്ങൾ അള്ളാഹ് ചോദിക്കണം. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് നല്ലൊരു ബുദ്ധി പറഞ്ഞു കൊടുക്കണം. അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആയത്തോതി പറഞ്ഞു കൊടുക്കണം. പരിഹസിക്കരുത്, അവർ കളിയാക്കരുത്, പറഞ്ഞു കൊടുക്കണം. അവർ കേട്ടിട്ടില്ല, അവർക്കറിയില്ല ഖുർആൻ എന്താണ് പറഞ്ഞത് എന്ന്. അവരെ വഞ്ചനയിൽപ്പെടുത്തിയ പുരോഹിതന്മാരിൽ നിന്ന് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ അവർ രക്ഷപ്പെടുത്തണം. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ഇബാദത്താണ്, പ്രാർത്ഥന ഇബാദത്താണ് എന്ന് അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം നൽകുന്നതിന് വേണ്ടിയാണ് അവൻ നമ്മെ പടച്ചിരിക്കുന്നത് തന്നെ. ദുആ ഇബാദത്താണെന്ന് പറഞ്ഞാൽ പിന്നെന്താ? അത് അല്ലാഹു കൊടുക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു വഖാല റബ്ബുകും ഉദ്ഊനി, എന്താ നിങ്ങളുടെ റബ്ബ് പറഞ്ഞത്? ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, എന്നോട് പ്രാർത്ഥിക്കുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നിട്ട് അല്ലാഹു പറയാം ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാം എനിക്കുള്ള ഇബാദത്തിൽ ഒരാൾ അഹങ്കാരം കാണിച്ചാൽ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറഞ്ഞത്? ഇബാദത്തിൽ അഹങ്കാരം കാണിച്ചു. പിന്നെ മനസ്സിലായി, ദുആ തന്നെയാണ് ഇബാദത്ത്. എന്നോട് ദുആ ചെയ്യുന്നതിൽ അഹങ്കാരം കാണിച്ചാൽ എന്ന് പറയാതെ ഇവിടെ എന്താ അല്ലാഹു പറഞ്ഞത്? എന്നോട് ഇബാദത്ത് ചെയ്യുന്നതിൽ അഹങ്കാരം കാണിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നവനാണ്. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ വിശദീകരിച്ച ആയത്ത്. അവിടുന്ന് പറഞ്ഞു അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്ത്. എന്നിട്ട് അവിടുന്ന് ഈ ആയത്ത് ഓതിയത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഫ്സീറാണ്. പ്രാർത്ഥനയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞതിന് ശേഷം അവിടുന്ന് ഓതിയ ആയത്താണ്. ഖുർആനിലെ ആയത്തുകൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സഹോദരങ്ങൾ പഠിക്കണം, നിങ്ങൾ മനഃപ്പാഠമാക്കണം. ഇങ്ങനെ നിങ്ങൾ ദഅവത്ത് ചെയ്യണം. എങ്കിൽ സഹോദരങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കും, സ്വീകരിക്കും. ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം പേരും ഖുർആനിലെ തെളിവുകൾ വ്യക്തമായാൽ സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണ്. അവർ കേൾക്കാത്തതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമുണ്ട്, ഗുഹാവാസികളുടെ ചരിത്രമുണ്ട്. ആ ഗുഹാവാസികൾ പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബാരാണ്, ആകാശഭൂമികളുടെ റബ്ബാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? അതാണ് ഈ അടുത്ത് വരെ ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ റബ്ബ് അല്ലാഹു ആണെന്ന് അംഗീകരിക്കുന്നു, സമുദായ റബ്ബ് അവനിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലാഹു ആണ് ഇലാഹി എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നിട്ട് മുഹയ്യിദ്ദീൻ ശൈഖിനോട് വിളിച്ചു തേടുന്നത് ശിർക്കാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും എന്ന് ചോദിക്കാറുണ്ടല്ലോ. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണെന്ന് പറഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥം ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്നതുകൊണ്ട് തന്നെ അവന് പുറമെ മറ്റൊരാളെയും ഞങ്ങൾ ദുആ ചെയ്യുകയില്ല. പറഞ്ഞതിന്റെ അർത്ഥം ഖുർആനിന്റെ സഹോദരങ്ങൾ ഓതുന്ന ഒരാൾ അതിന്റെ അർത്ഥം കുറച്ചെങ്കിലും മനസ്സിലാക്കിയ മനുഷ്യർ എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവിടെ തേടുക? ഖുർആൻ മുഴുവൻ അവൻ അല്ലാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. ചിലപ്പോൾ മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ചു പോയി ഈ പറഞ്ഞ പുരോഹിതന്മാർ ഈ പണം മുഴുവൻ എടുത്താലും വേണ്ടില്ല, ജനങ്ങളെ ശിർക്കിലേക്ക് എത്തിക്കാതിരുന്നെങ്കിൽ, ആളുകളെ പണം എടുത്തിട്ടതിന് പകരം ഇവരെ വഞ്ചിക്കാതിരുന്നെങ്കിൽ, വേറെ എന്തെങ്കിലും കാര്യത്തിൽ വഞ്ചിച്ചിട്ട് ശിർക്കിന്റെ കാര്യത്തിൽ അവരെ വെറുതെ വിട്ടിരുന്നെങ്കിൽ അവരുടെ പരലോകം അവസാനമില്ലാതെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണിത്. അല്ലാഹു പറയും ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത, ഞങ്ങളെങ്ങാനും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്താൽ ഞങ്ങൾ ശപത്ത് പറയുന്നവരാണ്. ശപത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അതിക്രമം.